സോ നമുക്ക് നോക്കാം ഓരോ ഓർഗാനിസവും എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയിങ് ആയുള്ള ഹാബിറ്റേറ്റുമായിട്ട് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസുമായിട്ട് അവർ അഡാപ്റ്റ് ചെയ്യണേ. എന്തൊക്കെ മെത്തേഡുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മെക്കാനിസമാണ് അവർ ഇവോൾവ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ മെത്തേഡാണ് റെഗുലേറ്റ് അഥവാ റെഗുലേഷൻ അഥവാ റെഗുലേറ്റ് എന്ന നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. റെഗുലേറ്റ്. സോ നമ്മൾ പറഞ്ഞു ഓരോ ഓർഗാനിസത്തിനും ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അഥവാ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയാമെന്ന് പറഞ്ഞു. സോ ചില ഓർഗാനിസത്തിന് ഇതുപോലെ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ചില ഓർഗാനിസത്തിന് അവർക്ക് ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്? ത്രൂ ഫിസിയോളജിക്കൽ മീൻസ്. സോ ഫിസിയോളജിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡിൽ ഹോമിയോസ്റ്റാസിസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് പറഞ്ഞു. എന്നാൽ ചില ഓർഗാനിസത്തിനൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് തന്നെ ഫിസിയോളജിക്കൽ മെക്കാനിസം അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മീൻസിലൂടെ തന്നെ ഈ പറഞ്ഞ ഹോമിയോസ്റ്റാസിസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് വിത്തിൻ ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് ഒരു പക്ഷേ ബിഹേവിയറലായിരിക്കാം. സോ ബിഹേവിയറൽ പാറ്റേണിലൂടെ ആയിരിക്കാം. സോ ബിഹേവിയറൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മീൻസിലൂടെ തന്നെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചില ഓർഗാനിസത്തിനൊക്കെ സാധിക്കും. സോ അതുവഴി അവർക്ക് അതിൻ്റെ അർത്ഥം ആ ഓർഗാനിസത്തിന് ദേ ക്യാൻ എൻഷുർ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. സോ ഹോമിയോസ്റ്റാസിസ് ഫിസിയോളജിക്കൽ മീൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ മെത്തേഡിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിന് അവർക്ക് കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ ദേ ക്യാൻ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് ദേ ക്യാൻ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. സോ അവർക്ക് അവർക്ക് എന്തിനൊക്കെ കഴിയും? അവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഓസ്മോട്ടിക് ഫ്ലൂയിഡുകളുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് ഹോമിയോസ്റ്റാസിസിലൂടെ സാധിക്കും. ആ മെത്തേഡിൻ്റെ പേരാണ് റെഗുലേറ്റ് അഥവാ നിയന്ത്രിക്കുക. സോ ഇവല്യൂഷണറി ബയോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഭൂമുഖത്ത് നമ്മുടെ ഇവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാമൽസ് ആണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരിത്. സോ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഏതാണ്? മാമൽസ് ആണ്. സോ സക്സസ് ഓഫ് മാമൽസ് എന്ന് പറയുന്നത് ഇവല്യൂഷണറി ബയോളജിസ്റ്റിൻ്റെ ഒരു വിശ്വാസത്തിൽ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ത്രൂ റെഗുലേഷനിലൂടെ അല്ലെങ്കിൽ റെഗുലേറ്റ് എന്ന് പറഞ്ഞ മെക്കാനിസത്തിലൂടെ അവർക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ഈ മാമൽസ് ഇത്രയധികം ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ സക്സസ് ഓഫ് മാമൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡോമിനേഷന് പ്രധാനമായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണ്? അവർക്ക് കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും അവർക്ക് ഹോമിയോസ്റ്റാസിസിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് തെർമോ റെഗുലേഷനും ഓസ്മോ റെഗുലേഷനും സാധ്യമാണ്. ഇതുപോലത്തെ ഈ ഓർഗാനിസത്തിന് തെർമോ റെഗുലേഷനും തെർമോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, ടെമ്പറേച്ചർ റെഗുലേഷൻ. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ അവർക്ക് തെർമോ റെഗുലേഷനും ഓസ്മോ റെഗുലേഷനും സാധ്യമാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഏതൊക്കെ ഓർഗാനിസത്തിനാണ് ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് തെർമോ റെഗുലേഷനും ഓസ്മോ റെഗുലേഷനും സാധ്യമാകുന്ന ഓർഗാനിസംസാണ് ഓൾ ബേർഡ്സ്, അതുപോലെ മാമൽസിൽ പറയുകയാണെങ്കിൽ മാൻ, മങ്കിയൊക്കെ. സോ ഓൾ ബേർഡ്സ്, മാമൽസ് ആൻഡ് വളരെ കുറച്ച് ലോവർ വേർട്ടിബ്രേറ്റ്, ട്യൂണ ഫിഷ് പോലത്തേക്കുള്ള ലോവർ വേർട്ടിബ്രേറ്റ്, അതുപോലെ ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ്, ഇൻസെക്റ്റ് പോലത്തെയാണ് ഉദ്ദേശിച്ചത്. സോ ലൈക്ക് ഇൻസെക്റ്റ് പോലെ ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ്, ട്യൂണ ഫിഷ് പോലത്തെ ലോവർ വേർട്ടിബ്രേറ്റ്, അതുപോലെ എല്ലാ ബേർഡ്സും മാമൽസിനും ഉള്ള കഴിവെന്ന് പറഞ്ഞാൽ അവർക്ക് തെർമോ റെഗുലേഷനും സാധ്യമാണ്, ഓസ്മോ റെഗുലേഷനും സാധ്യം. അവർക്ക് ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ അവർക്ക് തെർമോ റെഗുലേഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ ഹോമിയോസ്റ്റാസിസിൽ വഴി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതിന് എക്സാമ്പിൾ അതുകൊണ്ടാണ് ഈ മാമൽസ് ഇത്രയും സക്സസ് ആയിട്ട് കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ മാമൽസിൻ്റെ പ്രസൻസ് ഒരു പക്ഷേ അന്റാർട്ടിക്കയിൽ അത്രയും തണുത്ത സ്ഥലങ്ങളിൽ വരെ നമുക്ക് കാണപ്പെടുന്നതാണ് അന്റാർട്ടിക്കയിൽ. അതുപോലെ അത്രയും ചുട്ടുപൊള്ളുന്ന
മരുഭൂമിയിലാണെങ്കിലും സഹാറ ഡെസേർട്ടിലും മാമൽസിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ സഹാറ ഡെസേർട്ട് ആയിക്കോട്ടെ, ഇത്രയും എക്സ്ട്രീം ചൂടുള്ള സഹാറ ഡെസേർട്ട് ആണെങ്കിലും, അതുപോലെ ഒരുപാട് കോൾഡ് ആയിട്ടുള്ള അത്രയും തണുപ്പുള്ള അന്റാർട്ടിക്കയിലാണെങ്കിലും മഞ്ഞുരുകി നിൽക്കുന്ന അതുപോലത്തെ പെർമാഫ്രോസ്റ്റ് ആയിട്ടുള്ള അന്റാർട്ടിക്കയിലും ഇതുപോലെ സഹാറ ഡെസേർട്ടിലും നമുക്ക് മാമൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ആനിമൽസിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവർക്ക് ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചറും അതുപോലെ ഓസ്മോ റെഗുലേഷനും സാധ്യമാകുന്നു ത്രൂ ഹോമിയോസ്റ്റാസിസ്. ഈ ഹോമിയോസ്റ്റാസിസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? റെഗുലേഷൻ അഥവാ റെഗുലേറ്റ്, നിയന്ത്രണം വഴി. സോ എല്ലാ അനിമൽസും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മാമൽസും അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സിമിലർ എങ്ങനെയാണോ ഒരു ഹ്യൂമൻ ബീയിങ്സ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെയാണ് മാമൽസും അവരുടെ ഈ പറഞ്ഞ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഹ്യൂമൻസിന് ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. സോ ഹ്യൂമൻസ് എപ്പോഴും അവർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചറാണ് കീപ്പ് ചെയ്യുന്നത്. അതാണ് 37 ഡിഗ്രി സെൽഷ്യസ്. സോ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹ്യൂമൻസ് കീപ്പ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ. ഈ ബോഡി ടെമ്പറേച്ചർ അവരുടെ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ സമ്മറിലാണെങ്കിൽ ഈ പറഞ്ഞ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് കാണും. സോ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 37 ആണെങ്കിലും സമ്മറിലാവുമ്പോൾ എന്ത് ചെയ്യും? സമ്മറിൽ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ മോർ ദാൻ 37-നേക്കാളും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് മോർ ദാൻ 37. സോ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ സമ്മറിൽ ഔട്ട്സൈഡ് ഉണ്ടായിരിക്കും. സോ നാച്ചുറലി എന്ത് ചെയ്യും? നമുക്കറിയാം സമ്മറിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും. സോ ആ സ്വെറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്താണ്? നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇവാപ്പറേഷൻ, സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വിയർക്കാൻ തുടങ്ങും. ആ വിയർക്ക് നമ്മുടെ ബോഡിയിൽ ഒരു കൂളിംഗ് ആണ് തരുന്നത്. സോ ഇവാപ്പറേറ്റീവ് കൂളിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ നമ്മൾ സമ്മറിൽ ഒരുപാട് ഈ പറഞ്ഞ ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ പുറത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കൂടും. ആ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങുന്നു. അതുവഴി നമുക്ക് ഇവാപ്പറേറ്റീവ് കൂളിംഗ് ആണ് നമ്മുടെ ബോഡിയിൽ. നമുക്കല്ലെങ്കിൽ വിയർത്ത് കഴിഞ്ഞാൽ ബോഡിയൊക്കെ അവിടെ ടെമ്പറേച്ചർ പതുക്കെ ബ്രിങ് ഡൗൺ ദ ബോഡി ടെമ്പറേച്ചർ. വിയർത്ത് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. സോ ഇങ്ങനെ ഹോമിയോസ്റ്റാസിസ് സമ്മറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡെസേർട്ട് കൂളർ ഓപ്പറേഷനിലും സംഭവിക്കുന്നത്. സോ ഇതേ ഒരു സിമിലർ സ്ട്രാറ്റജിയാണ് ഡെസേർട്ട് കൂളർ ഓപ്പറേഷനിൽ സംഭവിക്കുന്നത്. സോ എങ്ങനെയാണോ നമുക്ക് സമ്മറിൽ നമ്മൾ വിയർത്ത് നമ്മുടെ ബോഡിയിൽ ഇവാപ്പറേറ്റീവ് കൂളിംഗ് വഴി നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞ് നോർമൽ നമ്മുടെ 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് അത് തിരിച്ചു വരുന്നത്, അതൊരു ഹോമിയോസ്റ്റാസിസ് മെത്തേഡാണ്. ഈ ഒരു പ്രോസസ്സാണ് റെഗുലേഷൻ, അതായത് നിയന്ത്രിക്കുക. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഔട്ട്സൈഡ് ഇറസ്പെക്റ്റീവ് എങ്ങനെ ആയിക്കോട്ടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമ്മുടെ ആ ഒരു ഫിസിയോളജിക്കൽ മെക്കാനിസം തന്നെ സമ്മറിലാണെങ്കിൽ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നു, വിയർക്കുന്നു. അതേസമയം നമ്മൾ വിൻ്ററിലാണെങ്കിൽ, നല്ല തണുപ്പ് കാലത്താണെങ്കിൽ നമ്മുടെ പ്രോസസ്സ്, നമ്മുടെ ബോഡി ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി പ്രതികരിക്കുന്നു. അപ്പോൾ വിൻ്ററിലാണെങ്കിൽ എന്താ, ഈ 37 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവായിരിക്കും ഈ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ടെമ്പറേച്ചർ. സോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിൻ്ററിലാണെങ്കിൽ ഈ ടെമ്പറേച്ചർ കുറയും, ലോവർ ദാൻ 37 ഡിഗ്രി. അപ്പം നാച്ചുറലി നമുക്ക് തണുപ്പ് ആണ് അനുഭവപ്പെടുന്നത്. ആ തണുപ്പ് അനുഭവപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് തണുപ്പ് വന്നാൽ എന്ത്, നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും, ഷിവറിങ്. സോ അതാണ് ഷിവറിങ്. സോ നമ്മൾ അതിനെ നാച്ചുറലി സമ്മറിൽ സ്വെറ്റ് ചെയ്ത പോലെ വിൻ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഷിവർ ചെയ്യാൻ തുടങ്ങുന്നു, നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും. ആ വിറയ്ക്കൽ എന്ന് പറഞ്ഞാൽ, വിറയൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ ആ എക്സസൈസ് വഴി നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഒരുപാട് തണുപ്പുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ വിറയ്ക്കാൻ തുടങ്ങുന്നു. ആ ഷിവറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സസൈസ് പോലെ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ആ കുറഞ്ഞ ആ ബോഡി ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും, റേസ് ദ ബോഡി ടെമ്പറേച്ചർ. സോ ഒരു കോൺസ്റ്റൻറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മെക്കാനിസം. സോ ഈ പറഞ്ഞ സമ്മറിലും വിൻ്ററിലും, സമ്മറിൽ സ്വെറ്റിങ്ങിലൂടെ ബോഡി ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ നോക്കുന്നു, ബിക്കോസ് പുറത്തെ ടെമ്പറേച്ചർ കൂടുതലാണ്. അതുപോലെ വിൻ്ററിലാണെങ്കിൽ ഷിവറിങ്ങിലൂടെ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കുന്നു, ബിക്കോസ് ടെമ്പറേച്ചർ ഔട്ട്സൈഡ് കുറവായിരിക്കും.
സോ ഇങ്ങനെ ഹോമിയോസ്റ്റാസിസ്, ഈ പറഞ്ഞ ഹോമിയോസ്റ്റാസിസ് സന്തുലനാവസ്ഥ കൈവരിച്ചുകൊണ്ട് അത് സ്വെറ്റിങ്ങിലൂടെയും ഷിവറിങ്ങിലൂടെയും, ഈ പറഞ്ഞ 2 മെത്തേഡും ഈ മാമൽസ് അഡാപ്റ്റ് ചെയ്യുന്ന, ഹ്യൂമൻ ബീയിങ്സും മാമൽസൊക്കെ അഡാപ്റ്റ് ചെയ്യുന്ന എന്ത് മെത്തേഡാണ്? റെഗുലേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്, റെഗുലേഷൻ മെത്തേഡ്, നിയന്ത്രിക്കുക, ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്ന ഒരു മെത്തേഡാണ്. സോ ഈ റെഗുലേറ്റ് അഥവാ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ അല്ലെങ്കിൽ മെക്കാനിസത്തിലൂടെയാണ് ഈ പറഞ്ഞ അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാമൽസ്, ബേർഡ്സ്, അതുപോലത്തെ ഫ്യൂ ലോവർ വെർട്ടിബ്രേറ്റ്, ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ് ഒക്കെ അവരവരുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടും അതുപോലെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടും നിർത്താനായിട്ട് അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ.